നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അങ്കമാലി സ്വദേശിനിയായ യുവഗായിക ശ്രീമതി ഗീതു ഫ്രാൻസിസ് ആണ്. മൗനം സ്വരമായി ഇൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികളൂതി തോരേ ഗീതു, പാട്ട് വളരെ മനോഹരമായിരിക്കുന്നു. താങ്ക് യു. ചെറുപ്പത്തിൽ ഈ കുട്ടി നന്നായി പാടുന്നുണ്ട് എന്ന് പറഞ്ഞ് കഴിവ് തിരിച്ചറിഞ്ഞ ആൾക്കാർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ടീച്ചേഴ്സ് ആവാം, കസിൻസ് ആവാം, അല്ലെങ്കിൽ പാരൻസിൽ ആരെങ്കിലും ആയിരിക്കാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ഫാദറും മദറും തന്നെയാണ്, അതായത് പാരൻസ് തന്നെയാണ് തിരിച്ചറിഞ്ഞത്. എനിക്ക് തോന്നുന്നു ഞാനൊരു സെക്കൻഡ് സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോൾ ആൾ നന്നായിട്ട് താളബോധമുണ്ട് എന്ന് അറിഞ്ഞത് പാരൻസ് തന്നെയാണ്. അങ്ങനെ അവർ പ്രോത്സാഹിപ്പിച്ച് ഓരോ പ്രോഗ്രാംസിൽ സ്കൂളിലായാലും ഓരോ സ്കൂൾ പ്രോഗ്രാംസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങനെ മുകളിലേക്ക് ഉയർന്ന രീതിയിൽ വന്നതാണ്. ഗീതു, അപ്പോൾ എത്തരത്തിലുള്ള പാട്ടുകളാണ് കൂടുതലായിട്ട് പാടുന്നത് ഇപ്പോൾ? ഇപ്പോൾ രണ്ടും, അതായത് ഫിലിം സോങ്ങും ഡിവോഷണൽ സോങ്ങും പാടുന്നുണ്ട്. കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പാടിയേക്കുന്നത് ഡിവോഷണൽ സോങ് ആണ്, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണ് കൂടുതലും പാടിയേക്കുന്നത്. ഇപ്പം നമ്മൾ പള്ളിയിൽ ക്രിസ്ത്യൻ ആയതുകൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ പള്ളിയിൽ സജീവമായിരുന്നു. ഗീതു കൊയറിലും കോമ്പറ്റീഷനിലും ഒക്കെ പാടിയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഇതൊരു പ്രൊഫഷണലായിട്ട് എടുക്കാം എന്ന് വിചാരിച്ചത് എപ്പോഴാണ്? പ്രൊഫഷനായിട്ട് ആദ്യം നമ്മൾ വിചാരിച്ചിട്ടില്ല പ്രൊഫഷനായിട്ട് എടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പാട്ട് പാടും എന്നറിഞ്ഞിട്ട് ഫാദറായാലും നമ്മൾ പള്ളിയിൽ 7 മണിയുടെ കുർബാന ഉണ്ടാവും. അപ്പോൾ വിളിക്കും, പാടി പഠിക്കാം വാ നീ എന്ന് പറഞ്ഞ്. ഭയങ്കര മടിയായി, വെളുപ്പിനെ എനിക്ക് പാടാനൊക്കെ പോകണമല്ലോ, ഭയങ്കര മടിയാണ്. എന്നിട്ട് അങ്ങനെ പതിയെ എനിക്ക് ഒരു 7th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോഴാണ് പള്ളിയിൽ കൊയറിൽ കയറാൻ തുടങ്ങിയത്. കയറി തുടങ്ങി പിന്നെ അങ്ങനെ പാടി പാടി മറ്റേത് കൂട്ടം നിന്നായിരുന്നു പാടുന്നത്. അതായത് 1, 2, 3 ഒരു 5 ആളെങ്കിലും ഉണ്ടാവും. അതിൽ നിന്ന് ചിലപ്പോൾ 2 മൈക്കേ ഉണ്ടാവുള്ളൂ. ആ മൈക്ക് ഒരെണ്ണം കിട്ടാനായിട്ടൊരു ആഗ്രഹമായിരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, പണ്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ പതിയെ നമ്മുടെ കയ്യിൽ സിംഗിളായിട്ടൊരു മൈക്ക് കിട്ടി. ആ ഒരു കോൺഫിഡൻസ്, നമ്മുടെ വോയിസ് പുറത്ത് കേൾക്കുന്നുണ്ട്, നമ്മൾ തന്നെ ആ വോയിസ് ഫീഡ്ബാക്ക് കേട്ട് എൻ്റെ വോയിസ് കുഴപ്പമില്ല, തമ്മിൽ ഭേദം എന്ന രീതിയിൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇമ്പം തോന്നാൻ തുടങ്ങിയപ്പോൾ കോൺഫിഡൻസ് ആയി. ഒറ്റയ്ക്കൊരു കൊയർ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു വായ്പാട്ടായാലും അല്ലെങ്കിൽ ഒരു കീബോർഡിൻ്റെ കൂടെ ആയാലും പാടാനൊരു കോൺഫിഡൻ്റ് ആയപ്പോൾ പിന്നെ ഓരോരുത്തർ ചോദിച്ചപ്പോൾ കൊയറിന് പോകുന്നുണ്ടോ പുറത്ത്, ഇല്ല വേണമെങ്കിൽ വരാം, ആ ഒരു അങ്ങനെ പതിയെ പതിയെ പോയി തുടങ്ങി. എനിക്ക് തന്നെ ഉള്ളിൽ എനിക്ക് പറ്റും, പാടാൻ പറ്റും, ഐ ക്യാൻ എന്നുള്ളൊരു കോൺഫിഡൻ്റ് ആയി തുടങ്ങിയപ്പോൾ പതിയെ കൊയറിലേക്ക് ഫീൽഡിലേക്ക് ഇറങ്ങി. പിന്നെ ആ കൊയർ ഫീൽഡിൽ നിന്നും കോമ്പറ്റീഷൻ, പള്ളിയിൽ നിന്ന് തന്നെയാണ് കൂടുതലും കോമ്പറ്റീഷൻ ഞാൻ പോയിട്ടുള്ളത്. ഡിവോഷണൽ, CML, CLC അങ്ങനെ ഒരു ഇതുണ്ട്, സംഘടനകളുണ്ട്. അങ്ങനെ അതിൽ നിന്നും അപ്പോഴും ലാസ്റ്റാണ് കിട്ടുന്നത്. കോമ്പറ്റീഷൻസിൽ പോകുമ്പോഴും പ്രൈസ് കിട്ടുന്നില്ല, പക്ഷെ എന്നാലും ഉള്ളിലൊരു വാശിയാണ്, എനിക്ക് കിട്ടണം എന്നുള്ളൊരു വാശി. അങ്ങനെ പതിയെ പതിയെ ഫസ്റ്റ് പ്രൈസ് ആയാലും സെക്കൻഡ് ആയാലും പ്രൈസ് കിട്ടി തുടങ്ങി. പിന്നെ എനിക്ക് ഫിലിം സോങ്ങും ഇഷ്ടമാണ്. നമ്മൾ കൂടുതലും കൊയറായതുകൊണ്ട് ഫിലിം സോങ്ങിലേക്ക് അങ്ങനെ ടച്ച് ചെയ്തിട്ടില്ല. പിന്നെ ഗാനമേളകളും വിളിച്ചു തുടങ്ങി, പാടാൻ പറ്റുമോ, നീ പഠിക്കുന്നുണ്ടെങ്കിൽ പറ്റും, രണ്ടും കൂടി ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഫിലിം സോങ്ങും ഗാനമേളയായാലും പാടാൻ തുടങ്ങി. ആദ്യം മെലഡീസൊക്കെ പഠിച്ചു തുടങ്ങി. പിന്നെ പതിയെ പതിയെ അടിച്ചുപൊളികൾ പാടാൻ ശ്രമിച്ചു. അതും ഐ ക്യാൻ പറ്റി. അതുകൊണ്ട് രണ്ടും അങ്ങ് മുൻപോട്ട് കൊണ്ടുപോയി. പിന്നെ ഇപ്പം ഈ കാലയളവിലാണ് കവർ സോങ്സ് വന്നത്. കവർ സോങ്സ് നമ്മൾ മറ്റേത് പഠിച്ച കരോക്കയുടെ ഒപ്പം അങ്ങനെ പോവുമായിരുന്നല്ലോ. കവർ സോങ് നമ്മുടേതായ രീതിയിൽ ഇംപ്രവൈസേഷനൊക്കെ എടുത്ത് കവർ സോങ്സും പാടാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ റെക്കോർഡിങ്സ് വരും, റെക്കോർഡിങ്സിലും പാടാൻ തുടങ്ങി. അങ്ങനെ പാട്ടിൻ്റെ ഒരുവിധം എല്ലാ മേഖലകളും ടച്ച് ചെയ്യാൻ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് പറ്റി. ഗീതുവിന് അപ്പോൾ കൊയറിൽ പാടുന്നതാണോ അതോ ഗാനമേളകളിൽ പാടുന്നതാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെ പറയുമ്പോൾ എനിക്ക് രണ്ടും എനിക്ക് കംഫർട്ടബിളാണ്. കാരണം ചിലവർ പറയും സിനിമാ പാട്ട് പാടുന്നവർക്ക് പള്ളിയിൽ പാടാൻ പറ്റത്തില്ല എന്ന് പറയും.
പള്ളിയിൽ പാടുന്നവർക്ക് സിനിമാ പാട്ട് പാടാൻ പറ്റില്ല. പക്ഷെ എന്നെ അപേക്ഷിച്ച് എനിക്ക് രണ്ടും കംഫർട്ടബിളാണ് കേട്ടോ. പള്ളിയിൽ കിട്ടുന്ന ഫീല് ഒരു ഡിവോഷണൽ ഫീലാണല്ലോ. ഫിലിം സോങ് പാടുമ്പോൾ അത് ഫീല് വേറെ. ആ ഫീല് രണ്ടും എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. എന്തോ അനുഗ്രഹമായിരിക്കാം, എനിക്കറിയില്ല. പള്ളിയിൽ പാടുമ്പോൾ ആ പാട്ടുകൾക്ക് അതിൻ്റേതായ റിതം ഉണ്ട്, ചെറിയൊരു മെലോഡിയസ് ആയിട്ടുള്ളതാണ്. ഫിലിമിൽ പാടുമ്പോൾ ആ ഒരു എന്താ പറയുക, താളവും ആ മെലഡി എല്ലാം ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആണല്ലോ. കംഫർട്ടബിളാണ് രണ്ടിലും. എനിക്ക് രണ്ടും ഇഷ്ടമാണ് പാടാൻ. ഗീതു ഈ കൊയറിൽ പാടുന്നതിൻ്റെ ഒപ്പം സിനിമാ ഗാനങ്ങളും പാടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഗാനമേളകളിലൊക്കെ ഗീതു പാടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ കൂടുതൽ മലയാള ഗാനങ്ങളാണോ അതോ വേറെ അന്യഭാഷാ ഗാനങ്ങൾ പാടുന്നുണ്ടോ? കാരണം എല്ലാത്തിനും പറ്റിയൊരു സൗണ്ടാണ് ഗീതുവിൻ്റെന്ന് ഇപ്പോൾ പാട്ട് കേട്ടപ്പോൾ തോന്നി. നല്ല സ്വീറ്റ് വോയിസ് ആണ്. അപ്പോൾ തമിഴ്, ഹിന്ദി ആ മേഖലകളിലേക്കൊക്കെ പോയിട്ടുണ്ടോ ഗാനമേള രംഗത്ത്? അന്യഭാഷ എന്ന് പറയാനായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം മലയാളം, തമിഴും പാടാനാണ്. ഹിന്ദി ഇഷ്ടമല്ല എന്നല്ല, ഹിന്ദിനോട് എനിക്ക് പേടിയാണ്. കാരണം അതിൻ്റെ ആ ഒരു പ്രോപ്പർ സ്ലാങ്, അതായത് അതിനൊരു ഇതുണ്ടല്ലോ, അതെനിക്ക് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക, ചിലപ്പോൾ കറക്റ്റ് വേർഡ് ആയിരിക്കില്ല. അപ്പോൾ തെറ്റുണ്ടാലോ എന്ന് വിചാരിച്ചും പിന്നെ പേടിച്ചിട്ടുമാണ് ഹിന്ദി പാടാത്തത്. എനിക്ക് കൂടുതൽ ഇഷ്ടം തമിഴ് പാടാനാണ്. മലയാളം അതുപോലെ തന്നെ കേട്ടോ. തമിഴിനോട് ഒരു പ്രത്യേകം ഇഷ്ടമുണ്ട്. മല്ലികை பூவாய் மாறிவிட ஆசை, தென்றலை கண்டு மாலையிட ஆசை, மேகங்களை எல்லாம் தொட்டுவிட ஆசை, சுகங்களை எல்லாம் விட்டுவிட ஆசை, கார்குழலின் உலகையே கட்டிவிட ஆசை, சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை, விண்ணிலவு தொட்டு முத்தமிட ஆசை, என்ன இந்த பூமி சுற்றி வர ஆசை, சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்த வைத்த ஆசை. ഇത് ഈ കൊയർ പിന്നെ ഗാനമേള അങ്ങനെ ലൈവ് സിംഗിങ് അല്ലാതെ റെക്കോർഡിങ്സിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെ? അതിന് ആരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? റെക്കോർഡിങ്സിലേക്ക് എന്നെ ആദ്യമായിട്ട് എന്നെ പ്രിഫർ ചെയ്തത് ഒരു മാർട്ടിൻ എന്ന് പറഞ്ഞൊരു അങ്കിളായിരുന്നു. അങ്കിള് എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ ഫാദറാണ്. ഫസ്റ്റ് തന്നെ ആളെന്നെ കൊയറിലേക്ക്, അതായത് ഔട്ട്സൈഡ് കൊയറിലേക്ക് ആൾ സജസ്റ്റ് ചെയ്തത്, അതായത് എന്നെ കൊണ്ടുപോയത് ആളാണ്. പിന്നെ ആളുടെ ഒരു ആൽബത്തിൽ എന്നെ കൊണ്ട് പാടിച്ചു. എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളിലും ഒരു അപ്രീസിയേഷൻ കിട്ടിയേക്കുന്നത് ആ ഒരു പാട്ടിൽ നിന്നാണ്. അപ്പോൾ ആൾ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പാട്ടിൻ്റെ ആ ഒരു റെക്കോർഡിങ് ഫീൽഡിൽ. ഫസ്റ്റ് കാൽവെപ്പ് തുടങ്ങിയപ്പോൾ എന്നെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ എന്താ പറയുക, ആളുടെ പ്രോഗ്രാംസിന് ഒരുവിധം എന്നെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുമായിരുന്നു. മാർട്ടിൻ അങ്കമാലി എന്നാണ് പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വളരെയധികം ഒരു താങ്കിങ് ആണ് ആളിനോട്. പിന്നെ അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തത് ഫാദർ അഗസ്റ്റിൻ പുത്തമ്പുര. അച്ഛനും അതേപോലെ എന്നെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് മോട്ടിവേഷനാണ് ഏറ്റവും ആവശ്യം. നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്താൽ നമ്മളിലുള്ളൊരു ആർട്ടിസ്റ്റ് അയ്യോ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ എന്നുള്ളൊരു ഉള്ളിലൊരു തോന്നൽ വരുത്തും. പക്ഷേ എനിക്ക് ഇവർ രണ്ടുപേരും അല്ലാട്ട് അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്, മെയിനായിട്ട് പാരൻസ്. അപ്പം എനിക്ക് ഓർക്കാൻ പറ്റുന്നവർ രണ്ടാൾവരാണ്. കാരണം എന്നെ റെക്കോർഡിങ് ചെയ്യാനുള്ള ഒരു വോക്കൽ അല്ലെങ്കിൽ വോയിസ് നിന്നെ കൊണ്ട് പറ്റും, നിൻ്റെ വോയിസ് കേൾക്കാൻ റെക്കോർഡിങ്ങിൽ സ്റ്റുഡിയോയിൽ പാടുമ്പോൾ കേൾക്കാൻ നല്ലതാണ് എന്ന് എന്നെ പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കഴിവിനെ ഉണർത്തിയത് ഇവരാണ്. അപ്പോൾ ഇവർ രണ്ടാളും എന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റെക്കോർഡിങ്ങിലേക്ക് ഫീൽഡിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഗീതു ശാസ്ത്രീയമായിട്ട് പാട്ട് പഠിച്ചിട്ടുണ്ടോ? ക്ലാസിക്കൽ മ്യൂസിക് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറയാനായിട്ട് ഒരു പ്രചോദ് എന്ന് പറഞ്ഞ സാറായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഒരു 5th പഠിക്കുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് മ്യൂസിക്കിനോട്
അതായത് മ്യൂസിക്കിനേക്കാളും ഇഷ്ടം എനിക്ക് പഠിക്കാൻ ഡാൻസ് ആയിരുന്നു. പക്ഷേ ഫാദറിന് ഞാൻ മ്യൂസിക് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഇവിടെയും ഇല്ലാത്ത രീതിയിൽ ഞാൻ മ്യൂസിക് അങ്ങ് പഠിച്ച്. പക്ഷേ അത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു ഏജ് ആയപ്പോൾ എനിക്കൊരു +1 ഏജൊക്കെ ആയപ്പോൾ ഞാൻ ഒന്നുകൂടി മ്യൂസിക് പഠിക്കാൻ പോയി. കാരണം അത് ഡ്രോപ്പ് ചെയ്തിരുന്നു. ആദ്യത്തെ ഞാൻ ഡ്രോപ്പ് ചെയ്തു, രണ്ടാമത് ഒന്നുകൂടി പഠിക്കാൻ പോയി. ഡേവിസ് എന്ന് പറഞ്ഞ സാറായിരുന്നു കാലടിയിലുള്ളത്. അതും അതേപോലെ തന്നെ പകുതി വെച്ച് ഡ്രോപ്പ് ചെയ്ത്. പിന്നെ ഞാൻ അറ്റംപ്റ്റിൽ ചെയ്തില്ല. അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ പറഞ്ഞില്ല, പതിയെ ഞാൻ എൻ്റെ എന്താ പറയുക പഠനങ്ങൾ മുൻപോട്ട്, അതേപോലെ തന്നെ പ്രോഗ്രാംസ് വരൽ, കൊയർ, അതേപോലെ തന്നെ ഗാനമേള എല്ലാം അങ്ങ് മുൻപോട്ട് പോകണതിന് അതിൻ്റെ ഇടയിൽ കൂടെ പഠിക്കാനായിട്ട് മടിയാണ് ഏറ്റവും മെയിനായിട്ട് പറയുന്നത് മടിയാണ്. അപ്പം അതുകൊണ്ട് മ്യൂസിക് പഠിത്തം എന്നുള്ളത് അവിടെ വെച്ച് ഞാൻ പകുതിയിൽ വെച്ച് കോലൊടിച്ച് ഇട്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തോന്നും പഠിക്കണം എന്നുള്ളത് തോന്നലുള്ളിലുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങ് മുൻപോട്ട് പോയിട്ടില്ല. പഠിക്കും ഞാൻ. കാരണം നമുക്കുള്ളിൽ സംഗീതം ഉള്ളത് കൊണ്ട് എപ്പോൾ പഠിച്ചാലും സംഗീതത്തിന് പ്രായപരിധി ഇല്ല എന്നാണല്ലോ പറയുന്നത് സംഗീതം പഠിക്കുന്നതിന്. അപ്പം ഞാൻ മുൻപോട്ട് പഠിച്ചു പോകാനാണ് താല്പര്യം. പഠിക്കുന്നത്. ഗീതു പാട്ടുകൾ കേൾക്കാറുണ്ടല്ലോ, കുറേ കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ആരുടെ പാട്ടുകൾ കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം? അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ മാതൃകയാക്കാം, അങ്ങനെയൊക്കെ കുറച്ച് ഗായകരെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റീസ് അതിൽ കാണുന്നുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അങ്ങനെ ഇന്ന ആളുടെ പാട്ട് പഠിച്ചാൽ നല്ലതായിരിക്കും എന്ന് തോന്നാറില്ല. പക്ഷെ കൂടുതൽ പ്രിഫറബിൾ ഞാൻ ചിത്രാമ്മയുടെ പാട്ട് എനിക്കിഷ്ടമാണ്. കാരണം എനിക്ക് തോന്നുന്നു ചിലർ പറയും അമ്മ എടുക്കുന്ന മാതിരി ചില പോർഷൻസിലൊക്കെ മാമിൻ്റെ ആ ഒരു ഇത് വരാറുണ്ട് പാട്ടിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ചിത്രാമ്മയുടെ പാട്ട് എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. മെലോഡിയസ് കേൾക്കാൻ കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും മെലോഡി ആയിരിക്കും. അതുപോലെ തന്നെ എനിക്ക് മെലോഡിയാണ് ഇഷ്ടം. പിന്നെ സിത്താര മാമിൻ്റെ പാട്ട്, അത് കൂടുതൽ എനിക്ക് തോന്നുന്നു ആളുടെ വോക്കൽ ഒരു പ്രത്യേകതയാണ്. അതായത് ആ സൗണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള സൗണ്ട് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നൊരു വോക്കലാണല്ലോ. അതുകൊണ്ട് സിത്താര മാമിൻ്റെ പാട്ട് ഞാൻ കേൾക്കാറുണ്ട്. എല്ലാവരുടെയും പറഞ്ഞില്ല, എല്ലാ പാട്ടുകാരെയും എനിക്കിഷ്ടമാണ്. ഇന്ന ആളുടെ പാട്ട് മാത്രമേ കേൾക്കുള്ളൂ എന്നില്ല. എല്ലാ ഫീമെയിലായാലും മെയിലായാലും നമുക്ക് കേൾക്കുമ്പോൾ ഇമ്പമുള്ള പാട്ട് ആരുടെ ആയാലും ഞാൻ കേൾക്കും. ഇപ്പോൾ കുറേ റിയാലിറ്റി ഷോകളൊക്കെ നടക്കുന്ന കാലങ്ങളാണല്ലോ. അങ്ങനെ ഗീതു എന്തെങ്കിലും റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടോ? റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു 2013 ഗുഡ്നെസ്സിൽ വോയിസ് ഓഫ് ഗുഡ്നെസ് എന്ന് പറഞ്ഞൊരു സീസൺ വന്നിരുന്നു. അതായത് ഒരു 35 ഏജ് ലിമിറ്റ് കുട്ടികൾ പാട്ടുകാരുടെ മാത്രം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പാലക്കാട് അങ്ങ് അപ്പുറേ കുറേ ഒരുവിധം ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള എല്ലാവരും പാടാൻ അവിടെ കോമ്പറ്റീഷന് വന്നിരുന്നു. ചെറിയ കുട്ടി മുതൽ 35 വയസ്സുള്ള ഒരു ഏജ് വരെയുള്ളൊരു ആൾക്കാരുണ്ടായിരുന്നു. എന്ത് പ്രോഗ്രാമായിരുന്നു അത്? അത് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങിൻ്റെ കോമ്പറ്റീഷൻ. അതിൽ ഒരു 8th പൊസിഷൻ വരെ എനിക്ക് എത്താൻ സാധിച്ചു, ദൈവം സഹായിച്ച്. അതിൽ നിന്നും കുറേ എക്സ്പീരിയൻസ് കിട്ടി. കാരണം റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു വലിയൊരു കാര്യമാണ്. റിയാലിറ്റി ഷോയിലൊക്കെ പോയി അതിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അപ്പം അതിലൊരു 8th പൊസിഷൻ വരെ കിട്ടി. അത് ഒരു എക്സ്പീരിയൻസാണ്. പിന്നെ അതുകൂടാതെ ഈ റീസെൻ്റ്ലി കിൻഡർ ഹോസ്പിറ്റലിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ കോമ്പറ്റീഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പ്രഗ്നൻറ്റ് ലേഡീസിന് മാത്രമുള്ളൊരു കോമ്പറ്റീഷനാണ്. കിൻഡർ ഡിവോഷണൽ സോങ്സ് അല്ല, കിൻഡറിൻ്റെ ഹോസ്പിറ്റലിൽ ചേർത്തല 2 കിൻഡറുണ്ട്. അതുകൊണ്ട് ചേർത്തല ഞാൻ പ്രത്യേകം പറയുന്നത്. ഡിവോഷണൽ അല്ല, ഫിലിം സോങ്. അതായത് പ്രഗ്നൻറ്റ് വുമൺ ആയിട്ടുള്ള ആർക്കും വേണമെങ്കിലും പങ്കെടുക്കാം. അത് കേരളം ഒട്ടായുള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് അതിൽ നമുക്ക് കോമ്പറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെന്ന് ആ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന എന്താ പറയുക, കിട്ടില്ല, പക്ഷെ നമ്മളെ പ്രതീക്ഷിക്കുന്നില്ല, അതിലപ്പുറമായിട്ട് എനിക്ക് കിട്ടി. അവിടെ ചെന്ന് കോമ്പറ്റീഷൻ ചെയ്തു. എനിക്ക് ഫസ്റ്റ് റണ്ണറപ്പ് കിട്ടി. 1.50 അതായിരുന്നു പ്രൈസ് മണി. അങ്ങനെ ആ ഒരു മെയിൻ കോമ്പറ്റീഷനിൽ എനിക്ക് അന്ന് വന്നത് കോമ്പറ്റീഷനിൽ മഞ്ജരി മാം വന്ന് അവരൊക്കെ കാണാൻ പറ്റാമെന്ന് പറഞ്ഞൊരു വലിയൊരു കാര്യമാണ്. മഞ്ജരി മാമിൻ്റെ കൂടെ മഞ്ജരി മാം സമ്മാനം തന്നു. അപ്പോൾ ഫസ്റ്റ് റണ്ണറപ്പായി. ജീവിതത്തിൽ കിട്ടിയൊരു ഏറ്റവും വലിയൊരു
സന്തോഷമാണ്. അങ്ങനെ 2 റിയാലിറ്റി ഷോ എന്ന് പറയാൻ പറ്റില്ല, ഇതും അതൊരു കോമ്പറ്റീഷനായിരുന്നു. 2ഉം കോമ്പറ്റീഷനായിരുന്നു. അതിലും 2ലും എനിക്ക് പങ്കെടുക്കാൻ പറ്റി, ഒരു വിന്നർ ആവാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. തുളുമ്പുമിൻ കണ്ണീർ കായൽ തുഴഞ്ഞു ഞാൻ വന്നു, അനന്തമാം ജീവിതഭാരം തുഴഞ്ഞു ഞാൻ നിന്നു, പാദം തളരുമ്പോൾ തണലിൽ വരമായി നീ, ഹൃദയം മുറിയുമ്പോൾ അമൃതിന്നുറവായി നീ, ഇന്നാലും ആശ്രയം നീ മാത്രം ഇന്നാഥാ, തുടയ്ക്കുകിൻ കണ്ണീർ ഈശോ നീ എൻ ജീവനിൽ നിറയണം, നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ, കനിപോലുമാരൂപം, ഈശോ നീ എൻ ജീവനിൽ നിറയണം, നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ, കനിപോലുമാരൂപം, കനിപോലുമാരൂപം. പാട്ടിൻ്റെ ഒരു വഴി ഞങ്ങൾക്കൊരു വിധം ഗീതു വ്യക്തമാക്കി തന്നു. അപ്പോൾ ഗീതുവിൻ്റെ ഫാമിലീനെ പറ്റിയിട്ട്, ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രൊഫഷനായിട്ട് പോകാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ കുടുംബത്തിന് അവരുടെ സപ്പോർട്ട് അതൊക്കെ എങ്ങനെയാണ്? ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വലിയ സപ്പോർട്ടാണ്. ഫാദറായാലും മദറായാലും പ്രത്യേകിച്ച് ഹസ്ബൻഡായാലും. കാരണം ഇപ്പോൾ കല്യാണം ഫാദറിൻ്റെയും മദറിൻ്റെയും കഴിയുന്ന നമ്മൾ പോകുന്നത് പാർട്ട്ണറിൻ്റെ അടുത്താണ്. പാർട്ട്ണറിന് സപ്പോർട്ടില്ലെങ്കിൽ നമുക്കൊന്നും പറ്റില്ല. അപ്പോൾ ഫാമിലി എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ എനിക്ക് 3 വാവകളുണ്ട്. ഹസ്ബൻഡ് എബ്രോഡാണ്. അപ്പോൾ ഈ 3 വാവകളെയും ആക്കി എനിക്ക് ഒരു പ്രോഗ്രാമിന് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ സപ്പോർട്ടില്ലാതെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ സപ്പോർട്ട് ഏറ്റവും വലിയ സപ്പോർട്ടാണ്. അപ്പോൾ എന്താ പറയുക, ഹസ്ബൻഡിൻ്റെ ആയാലും ഹസ്ബൻഡ് അവിടെ നിന്ന് പറയും ഇന്ന് പ്രോഗ്രാമൊന്നും ഇല്ലേ, പോകുന്നില്ലേ. കാരണം നമുക്ക് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ 2 കാര്യമുണ്ട്. ഒരെണ്ണം ഫിനാൻഷ്യലി, അല്ലാതെ നമ്മുടെ എന്താ പറയുക കഴിവിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാം. അപ്പോൾ ഫിനാൻഷ്യലി 2 തലമാണ് കേട്ടോ. എന്നാൽ പോലും ഞാൻ ഹാപ്പിയാണ് ഈ 2 ഇതിലും. മാത്രമല്ല പാരൻസിൻ്റെ സപ്പോർട്ട് കിട്ടാതെ വരുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം ഞാൻ അറിയുന്നവരായാലും പാരൻസിനല്ല, ഫാമിലി സപ്പോർട്ട് ഇല്ലാത്ത കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫാമിലി സപ്പോർട്ട് ഒരു 100ൽ 101 ആണ് എനിക്ക്. ഇപ്പോൾ ഈ സംഗീത ലോകത്തേക്ക് റിയാലിറ്റി ഷോയിലൂടെ ആണെങ്കിലും ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലൊരു സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് ഉള്ളൊരു കാര്യമാണ് ഈ കാലത്ത്. അപ്പോൾ അതിൽ ഗീതുവിൻ്റെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ചിട്ട്? സംഗീത ലോകത്ത് ഇന്നിപ്പോൾ വളർന്നു വരുന്ന അല്ലെങ്കിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾ വരെ താളബോധം ഉണ്ടായിട്ട് എങ്ങനെയോ, അത് ഈ ജനറേഷൻ്റെ ഭാഗമായി വ്യത്യാസങ്ങളായിരിക്കാം, എല്ലാവർക്കും സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ താളബോധം ഉണ്ട്. അപ്പോൾ ഇനി വളർന്നു വരുന്ന തലമുറകൾ, ഞാൻ ചില പാട്ടുകളൊക്കെ ചില കുട്ടികളെ കേൾക്കുമ്പോൾ ഞാൻ വായ പൊളിക്കും, ദൈവമേ എന്ത് നന്നായിട്ടാണ് കുട്ടികൾ പാടുന്നത്, അതിൻ്റെ എന്താ പറയുക അടുത്ത് പോലും നമ്മൾ എത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ കഴിവ് നമുക്ക് പ്രശംസിക്കാവുന്നതിൽ അപ്പുറമാണ്. ഇപ്പം എനിക്ക് 3 കുട്ടികളുണ്ട്. അതിൽ മൂത്ത 2 ആളും പാടും. അതായത് ഹസ്ബൻഡ് പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മക്കൾക്കും ചിലപ്പോൾ അങ്ങനെ പറയും, മക്കൾക്കും കിട്ടിയിരിക്കുന്ന കഴിവായിരിക്കാം. അല്ലാതെ പാരൻസിന് കഴിവില്ലാത്തതായാൽ പോലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കഴിവുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഞാൻ പാടി പഠിപ്പിച്ചില്ലെങ്കിലും അവർ ഒരു ചെറിയൊരു
റീൽസ് കാണുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ബ്രെയിനിൽ ക്യാച്ച് ചെയ്യുകയാണ്. അതെങ്ങനെയോ അവരെ ഗ്രാസ്പ് ചെയ്ത് വെറുതെ ചിലപ്പോൾ പാടിയെടുക്കും. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, ദൈവമേ ഈ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിലും പെട്ടെന്ന് താളം കറക്റ്റാണ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ബ്രില്യൻ്റ് ആണ്. അപ്പോൾ അത് സോഷ്യൽ മീഡിയ ആയാലും ഇപ്പോഴത്തെ ഒരു എന്താ പറയുക മീഡിയ ബേസ് അവർ വളരാനുള്ള ഒരു പാത്ത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് വീണിട്ടുണ്ട്. അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അവരെങ്ങനെയെങ്കിലും അത് പതിയെ 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 വളർന്നു വരും. സപ്പോർട്ട് ചെയ്യണം. മക്കളെയും ഇതിലേക്ക് പ്രതീക്ഷിക്കാം പോലെ സംഗീത ലോകത്തേക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോഴത്തെ ലോകം ഫുൾ മ്യൂസിക് അല്ലെങ്കിൽ മ്യൂസിക്കാണ്. പാട്ടെന്ന് മാത്രമല്ല, ഇൻസ്ട്രുമെൻ്റ് തന്നെയായാലും എല്ലാം ഫീൽഡും സൗണ്ടിങ് എല്ലാം മ്യൂസിക്കാണ് എല്ലാവരും. അപ്പം പതിയെ കുട്ടികളെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാതിരിക്കില്ല. അപ്പം സംഗീത ലോകത്തെ ഗീതുവിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ അറിഞ്ഞു. ഇനി ഒരുപാട് അറിയാനുണ്ട്. എന്തായാലും സംഗീത ലോകത്ത് വളരെ വളരെ ഉയരങ്ങളിൽ എത്താൻ ഗീതുവിന് സാധിക്കട്ടെ. പുതിയ പുതിയ പ്രൊജക്റ്റുകൾ കിട്ടട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന ബോബിച്ചേട്ടന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂ എനിക്കതിന് അവസരം തന്ന ബോബിച്ചേട്ടന് വളരെയധികം താങ്ക്സ്. കാരണം ഇനി അങ്ങോട്ട് ഇൻ്റർവ്യൂ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും പറയില്ല, താങ്കിങ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ ചുവടുകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും, അതുപോലെ തന്നെ ഈ ഒരു അവസരവും ഞാനതിൽ പ്രത്യേകം പറയുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും പുതിയ പുതിയ മേഖലകളിൽ എത്താനും അതേപോലെ പുതിയ പുതിയ ഇൻ്റർവ്യൂകളിൽ അറ്റൻഡ് ചെയ്യാനും എനിക്ക് സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. തളിരാർന്ന പൊന്മേനി നോമേ കുളിരാർന്ന വയ്ക്കൂനിൻ തൊട്ടിലല്ലേ സുഖസുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്കയൊരുക്കൂ സുഖസുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്കയൊരുക്കൂ കാവൽ മാലാഖമാരേ കണ്ണടക്കരുതേ